പാലോട് രവിയുടെ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നപ്പോൾ പലരും ഞെട്ടിപ്പോയി. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ. വേറൊരു ഭാഗത്ത് ആഹ്ലാദ തിമിർപ്പും. ചിലരൊക്കെ പറയാൻ തുടങ്ങി, ഈ പാലോട് രവി ഒരു അധികാരമോഹിയാണ്, സീറ്റ് മോഹിയാണ് എന്നൊക്കെ. ചിലർ പറയാൻ തുടങ്ങി ആരോഗ്യ പ്രശ്നമാണ്, ഓർമ്മപ്പിശകുണ്ട് എന്നൊക്കെ. എപ്പോഴും ഒരാളെ കൊണ്ടുപോയി ഇരുത്തുന്നത് ആരോഗ്യ പ്രശ്നം, ഓർമ്മപ്പിശകും ഒക്കെയാണല്ലോ. പഴയ KPCC പ്രസിഡന്റിനെ കൊണ്ടുവന്ന് ഇരുത്തിയതും ആരോഗ്യ പ്രശ്നത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നമൊന്നും നമ്മുടെ മല്ലികാർജുൻ ഖാർഗെയെ ബാധിക്കത്തില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പാലോട് രവി പറഞ്ഞതിനെക്കുറിച്ച് പിന്നീട് കോൺഗ്രസ് പാർട്ടിയിലുള്ളവരൊക്കെ രാവെളുക്ക ഇങ്ങനെ ഇരുന്ന ആലോചനയാണ്. ആലോചിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. പാലോട് രവി ഇപ്പോൾ ഫോണിൽ കൂടി വളരെ അടക്കത്തിൽ പറയേണ്ട കാര്യമല്ല, ഉച്ചത്തിൽ മൈക്ക് കെട്ടി തന്നെ പറയേണ്ട കാര്യമാണ് എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ അതിനെ ചൊല്ലി KPCCയിൽ തന്നെ വലിയ പോരും തുടങ്ങിയിരിക്കുകയാണ്, രണ്ട് ചേരി തിരിഞ്ഞ്. അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു നഗ്ന സത്യമാണ് പാലോട് രവി പറഞ്ഞിരിക്കുന്നത്. അതായത് BJP കേരളത്തിൽ 60 സീറ്റ് ഉന്നം വെച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. പണം ഇറക്കും അവിടെ അവർ, അതിനുള്ള ആസ്തി അവർക്കുണ്ട്, അതിനുള്ള പ്രാപ്തിയുണ്ട്, അത് നയിക്കാൻ തക്കവണ്ണം നേതൃത്വമുണ്ട് എന്നൊക്കെയാണ് പാലോട് രവി പറഞ്ഞതിൻ്റെ അർത്ഥം. ആ 60 സീറ്റും വിജയിക്കുമെന്നല്ല, 60 സീറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ വോട്ട് വിഹിതം നല്ല രീതിയിൽ മാറിപ്പോകും. അത് നഷ്ടം സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനാണ്. അപ്പോൾ ഇതിനിടയ്ക്കൂടി LDF വീണ്ടും അധികാരത്തിലേക്ക് കയറും. LDFനെ വിജയിപ്പിക്കാൻ വേണ്ടി ഒന്നും അല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് LDFനെയും UDFനെയും കേരളത്തിൽ നിന്ന് തൂത്തെറിയണം. പക്ഷേ ഈ BJP പിടിക്കുന്ന വോട്ടുകളൊക്കെ തന്നെ UDFൻ്റെതാണ് എന്നുള്ള കാര്യം ഓർമ്മയിലിരിക്കണം. കോൺഗ്രസ് പാർട്ടി ഇല്ലാതാകും, ഘടകകക്ഷികൾ മറ്റ് മുന്നണികളിലേക്ക് പോകും, LDFിലേക്കോ NDAയിലേക്കോ പോകും. കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറും. ഈ കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറുമെന്ന് പറഞ്ഞതാണ് കോൺഗ്രസിനകത്ത് തന്നെ ഒരു വലിയ ഇടിത്തി പോലെ വീണത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇല്ലാതാകും എന്നർത്ഥം. കോൺഗ്രസിലുള്ളവരൊക്കെ തന്നെ ഇനി എങ്ങോട്ടെങ്കിലും ഒക്കെ ചേക്കേറുക, അതായിരിക്കും നല്ലത് എന്നാണ് അതിൻ്റെ സാരവും. ശരിയാണ്, BJP മുന്നേറാൻ പോകുന്നതിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഓർക്കണം. BDJS രൂപീകൃതമായത്, വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു കേരള യാത്ര കഴിഞ്ഞതിന് ശേഷമാണ് ഈ BDJS രൂപീകൃതമാകുന്നത്. BDJS രൂപീകൃതമായി കഴിഞ്ഞാൽ NDA മുന്നണിയിൽ വന്നു കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു 8 or 10 മണ്ഡലങ്ങളിൽ BDJS നല്ല രീതിയിൽ വോട്ട് പിടിച്ചു. ആരുടെ വോട്ടാണ് പോയത്? കോൺഗ്രസിൻ്റെ. അവിടങ്ങളിലൊക്കെ കോൺഗ്രസിന് പരാജയം സംഭവിച്ചിട്ടുണ്ട്, അത് നോക്കണം. അപ്പോൾ തീർച്ചയായിട്ടും BJPയുടെ ഒരു വലിയ മുന്നേറ്റം കുറിക്കുമ്പോൾ 60 ഇടങ്ങളിൽ നിന്ന് പാലോട് രവി തന്നെ എടുത്തു പറഞ്ഞിരിക്കുകയല്ലേ, അതിൻ്റെ നഷ്ടം സംഭവിക്കാൻ പോകുന്ന കോൺഗ്രസിലായിരിക്കും. BJP വലിയ മുന്നൊരുക്കവും തുടങ്ങിക്കഴിഞ്ഞു. അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മിഷൻ 100 എന്നുള്ള പേരിൽ അതിൻ്റെതായ ഓപ്പറേഷൻസ് ആരംഭിച്ചിരിക്കുകയാണ്. എന്തിന്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥി നിർണയം വരെ നടത്തിയിട്ടുണ്ട്. ജയസാധ്യത ഉറപ്പുള്ള ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ അവർ കഴിഞ്ഞ ദിവസം തന്നെ ആ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനമല്ല. എന്തെങ്കിലും മാറ്റമുണ്ടായാൽ അല്പസ്വല്പം 1 or 2 ഇടങ്ങളിൽ മാത്രം മാറ്റമുണ്ടാകാം, ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാം.
അല്ലാതെ ഒന്നും ഉണ്ടാകത്തില്ല. ഈ അനൗദ്യോഗികമായി ഈ സ്ഥാനാർത്ഥികളെ തീർച്ചപ്പെടുത്തി അവരെ മണ്ഡലങ്ങളിലേക്ക് വിട്ടിരിക്കുകയാണ്. അവർ പോയി ആ മണ്ഡലത്തിലുള്ള പഞ്ചായത്തില് പിന്നെ കാര്യങ്ങൾ പഠിക്കുക, പഞ്ചായത്തിലെ ജനങ്ങളുമായിട്ട് കൂടുതൽ സംവദിക്കുക, ഇടപഴകുക, അവരുമായി ബന്ധം സ്ഥാപിക്കുക. ആ ബന്ധം വലിയ ഒരു പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അത് വോട്ടായി മാറുന്ന തരത്തിലേക്ക് ബന്ധം കൊണ്ടുവരിക എന്ന് ഉള്ളത് കൊണ്ടാണ് ഇത്രയും നേരത്തെ അനൗദ്യോഗികമായിട്ട് പോലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇത് KPCCയിലെ ഈ കാര്യങ്ങൾ അറിയാം. അത് കണ്ടിട്ടാണ് ഇപ്പോൾ KPCCയിൽ പോര് തുടങ്ങിയിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെങ്കിലും ഒരുങ്ങൂ. അതാണ് പാലോട് രവി പറഞ്ഞതിൻ്റെയും പൊരുൾ. പാലോട് രവി പറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ലെങ്കിൽ CPM-നും അറിയാൻ കൃത്യമായിട്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റിൽ എത്തുമെന്നുള്ളത്, എവിടെയൊക്കെ പരാജയം സംഭവിക്കുമെന്നുള്ളതും. 2026 ഇവിടെ വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. BJPക്ക് വലിയ സ്പേസാണ്, കോൺഗ്രസിന്റെ സ്പേസ് കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു മുന്നണി അധികാരത്തിൽ വന്നാൽ പോലും അവർക്ക് നേരിയ ഭൂരിപക്ഷത്തിലേക്ക് കടക്കുകയുള്ളൂ. ചിലപ്പോൾ ഒരു തൂക്കസഭയിലേക്ക് വരെ പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നാണ് പാലോട് രവി പറഞ്ഞതിൻ്റെ സാരം. പാലോട് രവിക്ക് പിന്നെ സ്ഥാനമോഹിയായിരിക്കാം. നിയമസഭാ സീറ്റ് കിട്ടിയാൽ വേണ്ടെന്ന് പറയുമോ? അത് പിന്നെ കോൺഗ്രസിൽ പിന്നെ ആരാ സ്ഥാനമോഹികളല്ലാത്തത്? സ്ഥാനം കിട്ടാഞ്ഞ് കടൽക്കിഴവന്മാർ എത്രയോ പേര് പിന്നെ പിണറായി വിജയന്റെ പാദസേവ ചെയ്ത് കഴിഞ്ഞു പോകുന്നുണ്ട്. ഡൽഹിയിൽ ഒരു KV തോമസ് ഇല്ലേ? PJ കുര്യൻ വീണ്ടും ഇങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലുകയും തലോടുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്തിനു വേണ്ടി? മാധ്യമങ്ങളുടെ ശ്രദ്ധ വന്ന് പാർട്ടിയുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ട് എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടി ജയിച്ച് പറ്റുമെങ്കിൽ ഒരു മന്ത്രിയാകാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് PJ കുര്യനും. അപ്പോൾ പിന്നെ പാലോട് രവിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പാലോട് രവി ഇപ്പം DCC പ്രസിഡന്റ് കൂടിയായിരുന്നു. ഈ ടെലിഫോൺ സംഭാഷണത്തിന് ശേഷമാണ് അദ്ദേഹം രാജിവെക്കുന്നത്. ശരിക്കും അദ്ദേഹം ഇതൊരു വ്യക്തിയോട് മാത്രം ഷെയർ ചെയ്യേണ്ട കാര്യമല്ല, ഇത് മൈക്ക് കെട്ടി പരസ്യമായിട്ട് ഒരു പൊതുവേദിയിൽ തന്നെ പറയേണ്ട കാര്യമാണ്. അല്ലാതെ ഇതിന് അദ്ദേഹത്തിന് DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടൊന്നും കാര്യമല്ല. ഇപ്പോൾ തൃശ്ശൂരിൽ DCC സെക്രട്ടറി തന്നെ പറയുന്നുണ്ട്, എത്ര പേര് കോൺഗ്രസിന് അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട്? സുരേഷ് ഗോപിക്കല്ലേ വോട്ട് ചെയ്തത്? നെഞ്ചിൽ കൈവച്ച് പറയാമോ എന്നാണ് DCC സെക്രട്ടറി ചോദിച്ചിരിക്കുന്നത്. മുരളീധരൻ തന്നെ പറഞ്ഞിട്ടില്ലേ, എന്നെ അവിടെ കാലുവാരിയത് മുഴുവൻ കോൺഗ്രസ്സുകാരാണ്. ശരിയല്ലേ? അപ്പോൾ ഈ DCC സെക്രട്ടറി പറഞ്ഞ കാര്യവും നമുക്ക് ചേർത്ത് വായിക്കാവുന്നതല്ലേ? അപ്പോൾ ഇത് കോൺഗ്രസിന് പറ്റിയിരിക്കുന്ന വലിയ അപജയമാണ് എന്നുള്ളത് ഓർക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെതിരെ പരസ്യ യുദ്ധവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. UDF അധികാരത്തിൽ വരട്ടെ, 100 സീറ്റ് നേടുമെന്ന് പറഞ്ഞാണല്ലോ അധികാരത്തിൽ വരുന്നത്. പോട്ടെ, 100 വേണ്ട, 98 നിങ്ങൾ വരുമോ? വരുമെന്നുണ്ടെങ്കിൽ ഞാൻ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് കാണിക്കാമെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. VD സതീശനെ പരസ്യമായിട്ട് ഈ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. പറവൂരിൽ തോൽപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതാണ് കേട്ടോ. പണ്ട് PJ ജോസഫിനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു, തോൽപ്പിച്ചില്ലേ? തോറ്റു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനും എല്ലാ വഴിക്കൂടെയും UDFന് പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് പാലോട് രവിയുടെ ഈ പ്രസ്താവനയും കൂടി വന്ന് ഒന്നുകൂടി പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. പക്ഷെ പറഞ്ഞതൊക്കെ സത്യം തന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.